ആത്മീയ മാർഗനിർദ്ദേശം നിങ്ങളുടെ വാതിലിൽ മുട്ടുന്നതല്ല. പ്രാർത്ഥിക്കാനും വായിക്കാനും പഠിക്കാനും പ്രതിഫലിപ്പിക്കാനും നിങ്ങൾ സമയം ചെലവഴിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം കാണുന്നതിന് ആവശ്യമായ അർപ്പണബോധവും ഉണ്ടായിരിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ സ്വപ്നം കാണും? റിസാല, ഒക്ടോബർ 2024. ഡോക്ടർ ഫാളില എഴുതുന്നു. വളരെ ആകാംക്ഷ ഉണ്ടാവും ഇത് വായിക്കാൻ തുടങ്ങുമ്പോൾ. എനിക്കറിയാം നിങ്ങൾക്കും കാണണം. ഇപ്പോൾ അതിന് ബുദ്ധിമുട്ട് ഒന്നുമില്ല. 3 ദിവസം കൊണ്ട് എന്തായാലും നിങ്ങളെ കാണിച്ചു തന്നിരിക്കും. ഒന്നുകിൽ നിങ്ങൾക്ക് അതിശയം തോന്നും, അതുമല്ലെങ്കിൽ എനിക്ക് ഭ്രാന്തെന്ന് ചിന്തിക്കും. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എന്നെ വിളിച്ചിരുന്നു. തിരുനബിയെ സ്വപ്നം കാണുന്ന ഒരു കോഴ്സ് ജോയിൻ ചെയ്തു, പണവും അടച്ചു കഴിഞ്ഞു എന്ന്. 3 ദിവസത്തെ മെഡിറ്റേഷൻ ആണെന്ന് പറഞ്ഞു. ഇതുവരെ റിസൾട്ട് കിട്ടാത്ത ആരും തന്നെ ഇല്ല എന്ന്. എനിക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം എന്താണെന്ന് അവർ ആരായുകയും ചെയ്തു. ആദ്യം കേൾക്കുമ്പോൾ ഇവർ എന്താ പറയുന്നത് എന്ന് ഞാനും സംശയിച്ചു. പിന്നെ കൂടുതൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, സ്വന്തം മതം പോലും വിറ്റു ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ്. അതിൽ കുറേ നിഷ്കളങ്കരായ സ്ത്രീകൾ പ്രവർത്തിക്കുന്നു. ഈ കോഴ്സ് ജോയിൻ ചെയ്യിപ്പിച്ചാൽ കിട്ടുന്ന കൂലിക്ക് വേണ്ടി രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്നു. ഞാൻ ചില പ്രൊഡക്റ്റുകളുടെ പരസ്യം കണ്ടിട്ടുണ്ട്. പലരെ കൊണ്ടും കമ്പനി പരസ്യം ചെയ്യിക്കും. ഈ ക്രീം തേച്ചാൽ 1 മാസം കൊണ്ട് വെളുത്തു തുടുക്കുമെന്ന്. പലരുടെയും അഭിപ്രായം കേട്ട് എല്ലാവരും വാങ്ങി തേക്കും. 1 മാസം കൊണ്ട് വെളുക്കില്ല എന്ന് അറിയാമെങ്കിൽ പോലും. അതുപോലെ തന്നെ ഇവിടെയും കണ്ടത്. ഞാൻ ഇന്നലെ കണ്ടു, അവൾ ഇന്ന് കണ്ടു എന്നൊക്കെ വോയിസ് ഷെയർ ചെയ്ത് ആളുകളെ ക്ഷണിക്കുന്നു. സത്യത്തിൽ ഞാൻ മരവിച്ചു പോയി. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എങ്ങനെ ചിന്തിക്കാനാവുന്നു ഇതൊക്കെ? മതകാര്യങ്ങൾ ബിസിനസ്സാക്കാൻ മാത്രം ചെറുതായിപ്പോയോ അവർ? ഒരു നിമിഷം ഓർത്തോ, നിങ്ങൾ ആരെക്കുറിച്ചാണ് ഈ പറയുന്നതെന്ന്? അള്ളാഹുവിൽ നിന്ന് ഓശാരം കിട്ടിയ അറിവുള്ള ഒരു പണ്ഡിതനും ഇങ്ങനെ ഹീനമായ പ്രവൃത്തി ഒരിക്കലും ചെയ്യില്ല. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകനോടുള്ള സ്നേഹം മുതലെടുത്ത് ഒരു വ്യാജ ബിസിനസ് ചെയ്യില്ല. അപ്പോൾ തന്നെ ചിന്തിച്ചൂടെ ഇതൊരു പണ്ഡിതനല്ല എന്ന്? ലയിൽ കെട്ടുകെട്ടി ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരാൾ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുട്ടികളെ, ഭർത്താവിനെ, വേണ്ടപ്പെട്ടവരെയൊക്കെ സ്നേഹിച്ചത് ആര് പറഞ്ഞിട്ടാണ്? ഏതെങ്കിലും കോഴ്സ് ചേർന്നിരുന്നു? ഇല്ലല്ലോ. അവരെല്ലാം നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ, സ്വന്തമായതുകൊണ്ടല്ലേ. അങ്ങനെയെങ്കിൽ തിരുനബിയെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് ഒരു ഇടനിലക്കാരൻ്റെ സഹായം ആവശ്യമാണോ? ഇവർക്കൊക്കെ 3 അല്ല 300 വർഷം എടുത്താലും അവരെ കാണിച്ചു തരാൻ കഴിയുമോ? അള്ളാഹുവിൻ്റെ റസൂലിന് ഒരു നോക്കു കാണാൻ ആഗ്രഹം എല്ലാ വിശ്വാസികളുടെയും ഉള്ളിലുണ്ടാവും. അങ്ങനെ ഒരു ആഗ്രഹമുള്ളവർ ഉപാധികളില്ലാതെ അവരെ സ്നേഹിക്കും, സുന്നത്ത് പിന്തുടരും, സ്വന്തം നാവും കണ്ണും കയ്യും റബ്ബ് വിലക്കിയതിൽ നിന്ന് മാറ്റി നിർത്തും. അങ്ങനെയാണ് അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. സ്വന്തം ജീവിതം കൊണ്ട് തിരുനബി ആരായിരുന്നു എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും. ഒന്ന് കാണുവാനുള്ള ആഗ്രഹം നടക്കാൻ റബ്ബിനോടാണ് അപേക്ഷിക്കേണ്ടത്. അള്ളാഹുവാണ് ഉദവി നൽകുന്നവൻ, അല്ലാതെ ദുന്യാവിൽ ഒരാൾക്ക് സാധിച്ചു തരാൻ പറ്റുന്ന ആഗ്രഹമല്ല അത്. ഇതൊക്കെ മറ്റു വിശ്വാസികൾ അറിയുമ്പോൾ എന്താ ചിന്തിക്കുക? ഇപ്പോൾ കാണുന്നതിലും മോശമായി കാണുകയും ചിന്തിക്കുകയും ചെയ്യും. ദീൻ സംരക്ഷിക്കാനോ നമുക്ക് കഴിഞ്ഞില്ല. നശിപ്പിക്കരുത്. അത് ചെയ്യുന്ന ആൾക്കാർക്ക് കൂട്ടുനിൽക്കരുത്. ഇതിന് നിങ്ങൾക്ക് എന്ത് കൂലി കിട്ടും? കൂലി തീരുമാനിക്കുന്നത് റബ്ബാണ്. ഒരാളെ നിർബന്ധിച്ച് ക്യാഷ് വാങ്ങിച്ച്
തിരുനബിയെ സ്നേഹിപ്പിക്കുന്നതിന് എന്ത് കൂലിയാണ് പ്രതീക്ഷിക്കുന്നത്? സത്യത്തിൽ വേദന തോന്നുന്നു. ദുന്യാവിൽ എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിൽ എന്ത് വൃത്തികേട് ചെയ്യണം എന്നുള്ളതും നിങ്ങളുടെ സ്വാതന്ത്ര്യം. ആ വൃത്തികേടിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെ വെറുതെ വിടണം. ആവശ്യത്തിനും അനാവശ്യത്തിനും വലിച്ചിടാനുള്ളതല്ല, വലിച്ചിടാനുള്ള പേരല്ലാതെ. ഒരു കഥ ഓർക്കുന്നു ഞാൻ. ഒരാൾ ഒരു പണ്ഡിതന്റെ അടുത്ത് വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, എല്ലാത്തിലും ഉപരിയായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാൻ ആഗ്രഹമുണ്ട്, എങ്ങനെ സാധിക്കും? പണ്ഡിതൻ ഒരു നിമിഷം ചിന്തിച്ചു. എന്നിട്ട് അയാളോട് പറഞ്ഞു, വീട്ടിൽ പോയി നന്നായി ഉപ്പിട്ട മത്സ്യം കഴിക്കൂ. നിങ്ങൾക്ക് കഴിയുന്നത്ര ഉപ്പ് ചേർക്കുക. പക്ഷേ അന്നേ ദിവസം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കരുത്. ആ മനുഷ്യൻ അവിശ്വസനീയമാം വിധം ആവേശഭരിതനായി. അദ്ദേഹം മത്സ്യം വാങ്ങാൻ ഓടി കിട്ടാവുന്നതിൽ ഏറ്റവും ഉപ്പുള്ള മത്സ്യം വാങ്ങി. അത്താഴത്തിനിടയിൽ മത്സ്യത്തിൻ്റെ ഉപ്പുരസത്താൽ അയാളുടെ ഇന്ദ്രിയങ്ങൾ തളർന്നു. അയാൾക്ക് ശരിക്കും ഒരു ഗ്ലാസ് വെള്ളം വേണമായിരുന്നു. പക്ഷേ പണ്ഡിതൻ പറഞ്ഞ കാര്യമോർത്ത് അയാൾ വെള്ളം കുടിച്ചില്ല. അദ്ദേഹം ദുരിതത്തിലായിരുന്നു. ഉപ്പുരസം അയാളുടെ തൊണ്ടയിൽ ചൊറിഞ്ഞു. തൊണ്ട കൂടുതൽ വരണ്ടതായി തോന്നി. ഒരു കപ്പ് ഐസിട്ട വെള്ളം കിട്ടിയാൽ എന്ന് അയാൾ വല്ലാതെ കൊതിച്ചു. ഉറങ്ങാൻ കിടന്നപ്പോൾ ദാഹം കാരണം അയാൾ എണീറ്റു. പക്ഷേ വൈകാതെ സുഖകരമായ ഉറക്കത്തിലേക്ക് വീണു. അയാൾ ഒരു മനോഹരമായ സ്വപ്നം കണ്ടു. അയാളൊരു വെള്ളച്ചാട്ടത്തിനടുത്ത് നിൽക്കുകയാണ്. അത് അയാളുടെ തല മുതൽ കാൽ വരെ നനച്ചു. മധുരവും ശുദ്ധവുമായ വെള്ളം കുടിക്കാൻ അയാൾ കൈകൾ കൂട്ടിപ്പിടിച്ചു. രാവിലെ ആ മനുഷ്യൻ ഞെട്ടി ഉണർന്നു. പണ്ഡിതന്റെ അടുത്തേക്ക് അക്ഷമയോട് ഓടിച്ചെന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വാക്ക് പാലിച്ചാൽ പ്രവാചകനെ സ്വപ്നം കാണുമെന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷേ ഞാൻ കണ്ടില്ല. രാത്രി മുഴുവൻ ഞാൻ കണ്ടത് വെള്ളം മാത്രമായിരുന്നു. പണ്ഡിതൻ അയാളോട് പറഞ്ഞു, ഒരു ദിവസം മുഴുവൻ നിങ്ങളുടെ മനസ്സും ശരീരവും ഒന്നാകെ വെള്ളം വെള്ളം എന്ന് കൊതിച്ചപ്പോൾ നിങ്ങൾ സ്വാഭാവികമായും രാത്രി വെള്ളം മാത്രമേ സ്വപ്നം കാണുകയുള്ളൂ. ഈ ദിവസം മുഴുവൻ നിങ്ങൾ തിരുചര്യ പിന്തുടർന്നും തിരുദൂതരെ തന്നെ കൊതിച്ചും കഴിഞ്ഞിരുന്നെങ്കിൽ രാത്രി നിങ്ങൾ തിരുദൂതരെ മാത്രമേ കാണുമായിരുന്നുള്ളൂ. ഈ കഥയിൽ നിന്ന് ഞാൻ 2 പാഠങ്ങൾ ഉൾക്കൊള്ളുന്നു. ആദ്യ പാഠം, പ്രവൃത്തികൾ, വാക്കുകൾ, ചിന്തകൾ എന്നിവയിൽ നിങ്ങളുടെ ദിവസം ഉൾക്കൊള്ളുന്നതെന്തും നിങ്ങളുടെ സ്വപ്നത്തിലേക്കും നിങ്ങളുടെ മനസ്സിൻ്റെ ഉപബോധ മനസ്സുകളിലേക്കും ഒഴുകുക മാത്രമല്ല, അത് നിങ്ങൾ ആരാണെന്നുള്ള തിരിച്ചറിവും ഉണ്ടാക്കും. നിങ്ങളുടെ പ്രവൃത്തികളും വാക്കുകളും ശ്രദ്ധാപൂർവം സൂക്ഷിക്കുക. ചിലപ്പോഴൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ളത് എന്താണോ അത് തന്നെയാണ് നമ്മൾ എന്ന് മനസ്സിലാക്കുക. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്, എല്ലാത്തിനും ഒരു മിനുക്കുപണിയുണ്ട്. ഹൃദയത്തിൻ്റെ മിനുക്കുപണി അള്ളാഹുവിൻ്റെ സ്മരണയാണ്, ദിക്റാണ്. എന്നാൽ നന്മ ചെയ്യുന്നത് ആത്മാർത്ഥമായ ഹൃദയം ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചും ആകാം. നിങ്ങൾക്ക് ഫലം അനുഭവപ്പെടാത്തതിനാൽ നിങ്ങൾക്ക് നല്ലത് ചെയ്യുന്നത് നിർത്താൻ കഴിയില്ല. ചിലപ്പോൾ ദിവസം മുഴുവൻ തിരുനബി ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്തു കാണാൻ ഏറെ കൊതിച്ച് കാത്തിരുന്നിട്ട് കണ്ടില്ലെങ്കിൽ പോലും താങ്കൾ നിരാശനാവില്ല. കാരണം നിരാശ തിരുദൂതരുടെ സ്വഭാവമല്ല. ഖുർആനിൻ്റെ പിന്തുണയില്ല നിരാശക്ക്. നിരാശ തിരുനബിയിൽ നിന്ന് താങ്കളെ അകറ്റും. യഥാർത്ഥ വിശ്വാസി അള്ളാഹുവിൻ്റെ കരുണക്ക് കാത്തിരിക്കും. ആത്മീയ മാർഗനിർദ്ദേശം നിങ്ങളുടെ വാതിലിൽ മുട്ടുന്നതല്ല. പ്രാർത്ഥിക്കാനും വായിക്കാനും പഠിക്കാനും പ്രതിഫലിപ്പിക്കാനും നിങ്ങൾ സമയം ചെലവഴിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം കാണുന്നതിന് ആവശ്യമായ അർപ്പണബോധവും ഉണ്ടായിരിക്കണം. 2-ാം പാഠം, ചിലപ്പോൾ
നാം ഉന്നതവും മഹത്തായതുമായ കാര്യങ്ങൾക്കും ലക്ഷ്യമിടുന്നു. എന്നാൽ അവ യാഥാർത്ഥ്യമാകുന്നതിന് സമയമോ പരിശ്രമമോ ചെലവഴിക്കാൻ തയ്യാറല്ല. ഏറ്റവും എളുപ്പമുള്ള വഴിക്ക് നടക്കാനാണ് നമുക്കാഗ്രഹം. തിരുദൂതരോ ദുർഘടമായ വഴിക്കാണുള്ളത്. അവിടെയാണ് ദുർബലരായ മനുഷ്യരുള്ളത്. കഥയിലും അതാണ് നടന്നത്. തിരുനബിയെ കാണാൻ കുറുക്കുവഴിയായിരുന്നു അയാൾക്ക് വേണ്ടിയിരുന്നത്. ചരിത്രത്തിൽ ഏറ്റവും വിജയിച്ചവർ ദുർഘടമായ വഴി കടന്നുപോയി. അത് മറികടന്ന് ലക്ഷ്യത്തിലെത്താൻ വർഷങ്ങളെടുത്തു. ലക്ഷ്യത്തിലേക്കുള്ള അവരുടെ സമർപ്പണവും യുക്തി മാറ്റിവെച്ച് മുന്നോട്ടു പോകാനുള്ള അവരുടെ സന്നദ്ധതയും അവരുടെ വിജയത്തിന് ഹേതുവായി. നമ്മുടെ പാതകൾ എളുപ്പമാക്കാനും വിജയം നൽകാനും നാം അള്ളാഹുവിനോട് സദാ ആവശ്യപ്പെടുന്നു. എന്നാൽ നാം ആഗ്രഹിക്കുന്നത് നേടുന്നതിന് ആവശ്യമായ മൂർത്തമായ നടപടികളിലേക്ക് കടക്കാൻ നാം മറച്ചു നിൽക്കുന്നു. അനസ് ബിൻ മാലിക് ഉദ്ധരിച്ചൊരു ഹദീസ് ഇങ്ങനെയാണ്. ഒരാൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഞാൻ എൻ്റെ ഒട്ടകത്തെ കൈ കെട്ടിയിട്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണോ, അതോ അതിനഴിച്ചു വിട്ട് അള്ളാഹുവിനെ ഏൽപ്പിക്കണോ? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതിനെ കെട്ടിയിട്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. നാം ചെയ്യേണ്ടത് നാം തന്നെ ചെയ്തിരിക്കണം. മൂർത്തമായ ഈ പരിശ്രമമാണ് അള്ളാഹുവിൽ നിന്ന് ഉത്തരം ലഭിക്കാനുള്ള ഏറ്റവും വലിയ കാണിക്ക.